എന്താ ഏട്ടാ വീട്ടിലും തുടങ്ങിയോ? കുടുംബം മുടിപ്പിക്കാനുള്ള പരിപാടിയാ? എനിക്ക് കഴിഞ്ഞടി ഇന്നത്തോടെ നിർത്തി. ഒന്നാം തീയതി പോലെ പുതിയൊരു മനുഷ്യനാ. ഇത് പറയാൻ തുടങ്ങിയിട്ട് കുറെ വർഷമായില്ലേ? ഈ കൂടി നിങ്ങളെയും കൊണ്ടേ പോവുള്ളൂ. എനിക്ക് ചെറുപ്പത്തിൽ അച്ഛനെ കണ്ട് തുടങ്ങിയതാ. എനിക്ക് നിർത്താൻ പറ്റുന്നില്ലടോ. എന്നാലും ഈ ഒരു കുപ്പിയും കൂടെ തരട്ടെ. ഇനി ഞാൻ കുടിക്കില്ല. അച്ഛനെ കണ്ട് നിങ്ങൾ തുടങ്ങി, ഇനിയിപ്പോ നിങ്ങളെ കണ്ട് എൻ്റെ മോൻ നശിക്കും. കുടിച്ചു കേട്ടാ, അവന്റെ ജീവിതം കൂടി ഇല്ലാതായിക്കോട്ടെ. സുജിത്തേ, നീയൊക്കെ കൂടി കുടിപ്പിച്ച് ഇന്നലെ രാത്രി ചോര ഛർദിച്ചിട്ട് എന്റെ മുൻ ഹോസ്പിറ്റലിൽ കിടക്കടാ. ഒരു കമ്പനിക്കാരും വന്നില്ലല്ലോ. അവന്റെ ഭാര്യ കുഞ്ഞാ ഹോസ്പിറ്റലിൽ കാവലിരിക്കുന്നത്. നീയൊക്കെ മുടിഞ്ഞു പോവാടാ. എന്റെ മോൻ എന്തെങ്കിലും സംഭവിച്ചിട്ടില്ലല്ലോ. ഏട്ടന് നല്ല മാറ്റം ഉണ്ടമ്മേ. ഇപ്പൊ 2 ആഴ്ചയായി തീരെ കുടിച്ചിട്ടില്ല. എന്റെ പ്രാർത്ഥന ദൈവം കേട്ടു എന്നാ തോന്നുന്നത്. കുറച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ 3 കൂടി പുറത്തു പോകാൻ നിൽക്കുക. ആ ശരി. എന്താ ഏട്ടത്? അത് കുറച്ച് ദിവസം മുമ്പേ ഞാൻ ഒരു ടേമിന്റെ ഹെൽത്തിന്റെ ഒക്കെ ഇൻഷുറൻസ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ പേപ്പർ എന്താ? അത് നന്നായി. ഹെൽത്ത് ഇൻഷുറൻസ് ഒക്കെ അത്യാവശ്യം തന്നെയാണ്. പക്ഷെ ടേമിന്റെ ആവശ്യം ഉണ്ടായിരുന്നോ? അതെനിക്കൊരു സമാധാനമല്ലടോ. ഇൻ കേസ് ഞാൻ ഇല്ലാണ്ടായാലും കുഞ്ഞിന്റെ പഠിത്തത്തിനും ഇവിടുത്തെ ചെലവിനൊന്നും ആരുടെ മുന്നിൽ നിങ്ങൾ കൈനീട്ടേണ്ടി വരില്ലല്ലോ. ഇനിയിപ്പോൾ ഹോസ്പിറ്റലിൽ എത്ര ചെലവ് വന്നാലും അതൊക്കെ ഹെൽത്ത് ഇൻഷുറൻസ് നോക്കിക്കോളും. ഹെൽത്തിനെ 2 കോടി വരെയൊക്കെ കവറേജ് ഉണ്ട്. ടേമിനാണെങ്കിൽ 1 കോടി വരെ ഉണ്ട്. എന്തായാലും ഒന്നിനും ഒരു കുറവ് വരുത്തിയില്ല കേട്ടോ. 2 കോടി മാസം നല്ലൊരു അടവ് വരില്ല അപ്പൊ? ആവുന്നില്ലടോ. 2 മാസം 400-500 മുതലൊക്കെ അടവ് വരുന്നുള്ളൂ. പിന്നെ ഇപ്പൊ എടുക്കുകയാണെങ്കിലേ 25% വരെ ഹെൽത്തിന് ഡിസ്കൗണ്ട് ഉണ്ട്. ടേമിനാണെങ്കിൽ 15% വരെയും കിട്ടും. അതുപോലെ ഈ ഡയബറ്റീസ്, ആസ്മ, BP, തൈറോയ്ഡ് പോലുള്ള അസുഖങ്ങൾക്ക് 1ാമത്തെ ദിവസം മുതൽ കവറേജ് കിട്ടുന്ന പ്ലാനുകൾ വരെ എടുക്കാൻ പറ്റും. ഇതൊക്കെ എങ്ങനെ പെടുത്ത്? അത് നമ്മുടെ ബയോയിലെ ഒരു ലിങ്ക് ഉണ്ട്. അതിൽ പോയാൽ ഇന്ത്യയിലെ ടോപ്പ് കമ്പനികളെ കമ്പയർ ചെയ്ത് നമുക്ക് ഇഷ്ടമുള്ളതൊന്നും എടുക്കാൻ പറ്റും. പിന്നെ നാട്ടിലുള്ളവർക്ക് മാത്രമല്ല കേട്ടോ, ഈ പ്രവാസികൾക്ക് വിദേശത്ത് നിന്ന് എടുക്കുന്നതിനേക്കാളും കുറഞ്ഞ ചെലവിലൊക്കെ നാട്ടിൽ നിന്ന് ഒരു ഹെൽത്ത് ഇൻഷുറൻസും ടേം ഇൻഷുറൻസും ഒക്കെ എടുക്കാൻ പറ്റും. എന്നാലും ഏട്ടൻ ഇങ്ങനെ മറന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല കേട്ടോ. എടോ, ഈ തെറ്റ് തിരുത്താൻ വേണ്ടി എല്ലാവർക്കും ഒരു വഴി കാണിച്ചു തരും. അതിലും മാറിയില്ലെങ്കിൽ പിന്നെ നമ്മളെ രക്ഷിക്കാനേ ആർക്കും ആവില്ല. അച്ഛ ഇപ്പൊ ഗുഡ് ആയല്ലോ.